തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇപ്പോൾ പ്രഖ്യാപിക്കുന്നതാണ്. ശ്രീ AK ബാലന് 68 വോട്ടും ശ്രീ G കാർത്തികേയന് 73 വോട്ടും കിട്ടിയിരിക്കുന്നു. ശ്രീ G കാർത്തികേയനെ നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ബഹുമാനപ്പെട്ട പുതിയ സ്പീക്കർ ശ്രീ G കാർത്തികേയൻ അധ്യക്ഷവേദിയിലേക്ക് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഏതെല്ലാം സ്ഥാനത്തിരുന്നിട്ടുണ്ടോ, ഏതെല്ലാം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിട്ടുണ്ടോ, ആ രംഗത്തെല്ലാം അങ്ങ് വിജയിക്കുകയും മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചുപറ്റുകയും എതിരാളികളുടെ പോലും സ്നേഹാദരവുകൾ അങ്ങേക്ക് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ആ അനുഭവ സമ്പത്തും ആ ഹൃദ്യമായ സമീപനവും അങ്ങേക്ക് പുതിയ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴുള്ള ഈ സ്ഥാനം കണിശമായും തൻ്റെ ചുമതലകൾ നിറവേറ്റാൻ സഹായകമാകുമെന്ന് ഞങ്ങൾ ആശിക്കുന്നു. മുഴുവൻ കാലാവധിയും അതുപോലെ തന്നെ ഏറ്റവും നല്ല ഭരണവും കേരളത്തിലുണ്ടായത് അത് ഞങ്ങൾ കാഴ്ചവെക്കും എന്നുള്ളത് അങ്ങേക്കും ഈ ജനങ്ങൾക്കും ഉറപ്പ് നൽകാൻ കൂടി ഞങ്ങൾ ഈ സന്ദർഭം ഉപയോഗിക്കുക. നിയമസഭയാകുന്ന വെളിച്ചം കാർത്തികേയനായ വിളക്കിനെ തേടിയെത്തിയിരിക്കുകയാണ്. അത് സൂര്യപ്രഭയോടുകൂടി പ്രകാശിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിയമസഭാ നടപടിക്രമങ്ങളെ സംബന്ധിച്ച്, ചട്ടങ്ങളെ സംബന്ധിച്ചും കീഴ്വഴക്കങ്ങളെ സംബന്ധിച്ചുമുള്ള ആഴത്തിലുള്ള പരിജ്ഞാനം അങ്ങേക്കുണ്ട്. രണ്ടാമതായി, അംഗങ്ങളെ പറ്റിയും അവരുടെ വ്യത്യസ്തമായ ടെമ്പറമെന്റ്സ്, നൈസർഗികമായ മാനസിക ഭാവങ്ങളെ സംബന്ധിച്ചുമുള്ള ഒരു പരിചയം, മുൻവിധിയില്ലാതെ അംഗങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു മനസ്സൊരുക്കം. സാർ, മനഃപൂർവ്വമല്ലാത്ത പ്രവൃത്തിയിലൂടെ തന്നെ, മനഃപൂർവ്വമായ പ്രവൃത്തിയിലൂടെ അല്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഔചിത്യപൂർവമായ നിലപാടെടുക്കാൻ അങ്ങേ പ്രാപ്തനാക്കുന്ന ഒരു നീതിബോധം. ഒരുപാട് വാക്പയറ്റുകളും ഒരുപാട് അത്തരത്തിലുള്ള പ്രകടനങ്ങളും കണ്ട നമ്മുടെ നിയമസഭയ്ക്ക് അങ്ങ് ഈ നിയമസഭ എന്ന കളരിയിൽ ഒരു നല്ല ഗുരുക്കളായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. അങ്ങേക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുക. രാഷ്ട്രീയ രംഗത്തും നിയമസഭാ രംഗത്തുമെല്ലാം ഒട്ടേറെ അനുഭവ സമ്പത്തുള്ള അങ്ങ് സ്പീക്കറായി ഈ സഭയെ നയിക്കുമ്പോൾ തീർച്ചയായിട്ടും സഭയ്ക്ക് ഉന്നതമായ ഒരു മാനദണ്ഡം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പല തെറ്റുകളെക്കുറിച്ചും രാഷ്ട്രീയം നോക്കാതെ സഭയ്ക്ക് പുറത്തു നിൽക്കുമ്പോഴും പ്രതികരിക്കാൻ, തൻ്റെ നിലപാടുകൾ വ്യക്തമായി എടുക്കാൻ, അതിൽ കർശനമായ അഭിപ്രായങ്ങൾ പറയാനും താങ്കൾ ശ്രമിച്ചിട്ടുണ്ട്. സഭയുടെ കൃത്യതയും അല്ലെങ്കിൽ കൃത്യസമയത്ത് ഇത് അവസാനിപ്പിക്കുന്ന കാര്യങ്ങൾ അടക്കം ഇവിടെ സൂചിപ്പിച്ചതിൽ അങ്ങ് ഒരു വ്യത്യസ്തമായ സമീപനം കൈക്കൊള്ളണം. സഭയുടെ മാന്യത, ഗൗരവമേറിയ ചർച്ചകളും സഭയുടെ മാന്യത വീണ്ടെടുക്കാനുള്ള പ്രവർത്തനം കൂടി ഉണ്ടാകണമെന്ന്. സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ അന്തസ്സുള്ള സ്ഥാനങ്ങളാണ്. ആ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ അങ്ങേക്ക് കഴിയുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട്, സുപ്രധാന നിയമനിർമ്മാണങ്ങൾ കൊണ്ടും കീഴ്വഴക്കങ്ങൾ കൊണ്ടും ഭാരതത്തിന്റെ മുഴുവൻ ശ്രദ്ധയാകർഷിച്ച സഭയാണ് കേരള നിയമസഭ. ഈ സഭയുടെ സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കാൻ കഴിഞ്ഞതിൽ വിനയപുരസം പറയട്ടെ, ഞാൻ അഭിമാനിക്കുന്നു. സഭയുടെ നാഥൻ എന്ന നിലയിൽ യാതൊരു പക്ഷപാതങ്ങളുമില്ലാതെ സഭയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി എൻ്റെ ചുമതല നിർവഹിക്കുവാൻ ശ്രമിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു.